മധ്യപ്രദേശിലെ റൈസൺ ജില്ലയിലെ ശിവലിംഗ പ്രതിഷ്ഠയ്ക്കുമേൽ ഇപ്പോൾ അവകാശവാദം ഉന്നയിച്ച് വഖഫ് ബോർഡ് രംഗത്ത്. ഹിന്ദു ഭൂരിപക്ഷമുള്ള ഒരു ഗ്രാമത്തിലാണ് ഇവർ വഖഫ് അവകാശവാദവുമായി രംഗത്ത് വരുന്നതും. ഗ്രാമത്തിലെ 3 ഏക്കർ ഭൂമി വഖഫ് ബോർഡിന്റെ സ്വന്തമാണെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ റവന്യൂ വകുപ്പിന്റെ രേഖകളിൽ ഈ ഭൂമി സർക്കാർ സ്വത്തായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഗ്രാമം ഖാദർ ഖാൻ എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് എന്നും അദ്ദേഹം ഈ ഭൂമി വഖഫ് ദാനം ചെയ്തതാണ് എന്നും വഖഫ് ബോർഡ് അവകാശപ്പെടുകയാണ്. റൈസണിലെ മഖാലി ഗ്രാമത്തിലെ താമസക്കാർക്ക് വഖഫ് ബോർഡ് നോട്ടീസ് അയച്ചതായും അതിൽ അവർ താമസിക്കുന്ന ഭൂമി യഥാർത്ഥത്തിൽ വഖഫ് ബോർഡിൻ്റെതാണ് എന്നും അവർ അത് ഒഴിയേണ്ടി വരുമെന്നുമാണ് വഖഫ് ബോർഡ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വഖഫ് ബോർഡ് അയച്ച നോട്ടീസിൽ ഹിന്ദുക്കൾ താമസിക്കുന്ന സ്ഥലം യഥാർത്ഥത്തിൽ ശ്മശാന ഭൂമിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ച സ്വത്തുക്കളിൽ ഹിന്ദു വീടുകൾ, ഭൂമി സംഭരണ കേന്ദ്രങ്ങൾ, കൃഷിയിടങ്ങൾ, ശിവലിംഗ പ്രതിഷ്ഠയുള്ള ക്ഷേത്രവും ഉൾപ്പെടുന്നുണ്ട്. സ്ഥലം വിട്ടു നൽകിയില്ല എങ്കിൽ നടപടിയെടുക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം പ്രസ്തുത ഭൂമി വഖഫിൻ്റെതാണ് എന്ന് തെളിയിക്കാൻ കഴിയുന്ന ഒരു തെളിവും തന്നെയും വഖഫിന് ഇല്ല എന്നതാണ് മറ്റൊരു വസ്തുത. അതേസമയം വഖഫ് ബോർഡിന്റെ ഈ ഏകപക്ഷീയതയെ ഗ്രാമത്തിലെ ഹിന്ദുക്കൾ ശക്തമായി തന്നെ എതിർക്കുന്നുണ്ട്. നിരവധി തലമുറകളായി തങ്ങൾ ഈ ഗ്രാമത്തിൽ താമസിക്കുന്നുണ്ട് എന്നും ഇവർ വ്യക്തമാക്കുന്നു. ഈ ഗ്രാമത്തിൽ ഒരു ഖാദർ ഖാനും താമസിച്ചിട്ടിരുന്നില്ല എന്നും വഖഫ് ബോർഡിന്റെ സ്വേച്ഛാധിപത്യത്തിനെതിരെ പോരാടുമെന്നും എന്നാൽ വീടും സ്ഥലവും ഉപേക്ഷിക്കില്ല എന്നും ആളുകൾ വ്യക്തമാക്കുകയാണ്. വഖഫ് ബോർഡിന്റെ അതിന്റെ ഏകപക്ഷീയതയിൽ നിന്ന് പിന്മാറുന്നില്ല എന്നതിന് വ്യക്തമായ ഉദാഹരണമാണ് ഈ സംഭവം എടുത്തു കാണിക്കുന്നതും. വഖഫ് ബോർഡിന്റെ അധിനിവേശം ഇപ്പോൾ വീണ്ടും വ്യാപകമാവുകയാണ്. അഴിമതിയുടെ ഒരു കൂത്തരങ്ങായി മാറുന്ന ഇവിടെ നിരന്തരം ഹിന്ദുക്കളുടെ ഭൂമി ലക്ഷ്യമാക്കിക്കൊണ്ട് അത് തട്ടിയെടുക്കാനുള്ള തീവ്ര ശ്രമമാണ് അവർ നടത്തുന്നതും. രാജ്യത്തെമ്പാടും വഖഫ് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് പുതുക്കിയ വഖഫ് ബില്ല് പോലും കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത്. പുതുക്കിയ ബില്ലിലെ പ്രധാന നിർദ്ദേശങ്ങൾ ഇങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നതും. 5 വർഷം പ്രകടിതമായി ഇസ്ലാം മതം ആചരിച്ചാലേ വഖഫിന് സ്വത്ത് നൽകാനാവൂ എന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരുന്നു. വഖഫ് നിയമം എന്നത് ഉമിദ്, അതായത് യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ്, എംപവർമെന്റ്, എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് ആക്ട് എന്നാക്കുകയും ചെയ്തു. നിയമപരമായി അവകാശവാദമുള്ള ആൾക്ക് മാത്രമേ വഖഫ് സ്വത്ത് കൈമാറാനാകൂ. വഖഫ് സ്വത്താണോ സർക്കാർ സ്വത്താണോ എന്നത് തീരുമാനിക്കാൻ വഖഫ് കമ്മീഷണർക്ക് അധികാരം നൽകിയത് സംസ്ഥാന സർക്കാർ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥർ എന്നാക്കി. സംസ്ഥാന സർക്കാർ വഖഫ് പട്ടിക വിജ്ഞാപനം ചെയ്താൽ 90 ദിവസത്തിനകം വഖഫ് പോർട്ടലിലും ഡാറ്റാബേസിലും അപ്ലോഡ് ചെയ്യണം. തർക്കമുള്ള കേസുകളിൽ വഖഫ് സ്വത്തുക്കൾ വിജ്ഞാപനം ചെയ്ത 2 വർഷം കഴിഞ്ഞാലും കൃത്യമായ തെളിവുണ്ടെങ്കിൽ മാത്രമേ കേസിന് പോകും. സംസ്ഥാന വഖഫ് ബോർഡിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാരായി യോഗ്യരായ ആർക്കും വരാം. നിലവിൽ വഖഫ് രജിസ്ട്രേഷൻ ഇല്ലാത്ത സ്വത്തുക്കൾ വഖഫ് രജിസ്റ്റർ ചെയ്യുമ്പോൾ പത്രപരസ്യം നൽകണം. വഖഫ് സംബന്ധിച്ച ട്രൈബ്യൂണലിന്റെ വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാം. ഇങ്ങനെയാണ് പ്രധാന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതേസമയം മുനമ്പം വിഷയം വന്നതു മുതൽ തന്നെയാണ് കേരളത്തിലും വഖഫ് എന്ന പേര് വ്യാപകമായി കേൾക്കാൻ തുടങ്ങുന്നതും. വഖഫ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ മുസ്ലിം ജനസമൂഹത്തിന്റെ ഒരു ദാന രീതിയാണ് വഖഫ്. സ്വന്തം സ്വത്തുക്കൾ അതെന്തെല്ലാമായാലും പരിപൂർണമായി തന്നെ ദൈവത്തിന് സമർപ്പിക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കും. ഇങ്ങനെ സമർപ്പിക്കുക എന്നതാണ് വഖഫ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ വിശ്വാസികൾ സമർപ്പിക്കുന്ന സ്വത്തുക്കളുടെ സംരക്ഷകനാണ് വഖഫ് ബോർഡ് ഉള്ളത്. വഖഫിനായി നൽകുന്ന സ്വത്തുക്കൾ പിന്നീട് ഒരിക്കൽ പോലും തിരികെ എടുക്കുവാൻ ആകില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകതയായി പറയുന്നത്. മതപരമായതോ അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായതോ ആയ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഈ സ്വത്തുക്കൾ വഖഫ് ബോർഡുകൾ ആയാലും അവർക്കായാലും ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. 1995 വഖഫ് നിയമം ഭേദഗതി ചെയ്യുന്നതിനും വഖഫ് സ്വത്തുക്കളുടെ ഭരണവും നടത്തിപ്പും മെച്ചപ്പെടുത്തുന്നതിനും വഖഫ് ബോർഡുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമായുള്ള പ്രഖ്യാപിത ലക്ഷ്യത്തോടെ 2024 ഓഗസ്റ്റ് 8 കേന്ദ്ര സർക്കാർ വഖഫ് ഭേദഗതി ബിൽ 2024 അവതരിപ്പിച്ചതും. ബിൽ പാർലമെന്റിൽ സംയുക്ത സമിതിക്ക് കൈമാറിയിരിക്കുകയായിരുന്നു. പുതിയ ഭേദഗതി നിയമത്തെക്കുറിച്ച് പോലും മുസ്ലിം ജനതയ്ക്കും സംഘടനകൾക്കും ഇടയിൽ നിരവധി ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. 1995 നിയമത്തിലെ വഖഫ് ബൈ യൂസ് എന്ന വ്യവസ്ഥ ഇല്ലാതാകും എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആശങ്കയായി പറയുന്നതും. വഖഫ് എന്നത് പരാമർശിക്കുന്ന രേഖ ഇല്ലാത്ത വസ്തുവും വഖഫായി ഉപയോഗിച്ചിരുന്നു. യഥാർത്ഥ പ്രമാണം ഇപ്പോൾ ലഭ്യമാവാത്തതോ അല്ലെങ്കിൽ കേടുപാടുകൾ സംഭവിച്ചതോ ആകാം. വഖഫ് ബൈ യൂസ് ആയി കണക്കാക്കിയിട്ടുള്ള ഇത്തരം സ്വത്തുക്കളെല്ലാം തന്നെ സർക്കാർ കണ്ടുകെട്ടുമെന്നതാണ് ആശങ്ക ഉയരുന്നതും. വഖഫ് എന്നത് കൃത്യമായി രേഖയുള്ളവർ മാത്രം വഖഫായി പരിഗണിക്കുമെന്ന് മുസ്ലിം സംഘടനകൾ ആശങ്കപ്പെടുന്നുണ്ട്. നിലവിൽ ഭൂരിഭാഗം വഖഫ് ബോർഡ് അംഗങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. എന്നാൽ പുതിയ ബിൽ നിയമമാകുന്നതോടെ തന്നെ എല്ലാ അംഗങ്ങളെയും സർക്കാരിന് നോമിനേറ്റ് ചെയ്യാം.
ഈ വ്യവസ്ഥ ഭരണത്തിൽ ഇരിക്കുന്നവർക്ക് ആ ബോർഡിൽ പൂർണ്ണ നിയന്ത്രണം ഉറപ്പാക്കുമെന്ന ആശങ്ക മുസ്ലിം സംഘടനകൾക്കിടയിലുമുണ്ട്. വഖഫ് ബോർഡിന് വഖഫ് ആണോ അല്ലയോ എന്നത് തീരുമാനിക്കാനുള്ള അധികാരം റദ്ദാക്കും. പകരം വസ്തുവിന്റെ സർവേ ഉത്തരവാദിത്തം ജില്ലാ കളക്ടർമാർക്ക് നിഷ്പക്ഷമാക്കുകയും ചെയ്യും. പുതിയ ബില്ല് പ്രകാരം മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് പോലും CEO ആകാം. കുറഞ്ഞത് 2 അംഗങ്ങളാണെങ്കിലും മുസ്ലിം അല്ലാത്തവരായിരിക്കുന്ന അങ്ങനെ ഒരു വ്യവസ്ഥയുണ്ട്. മതത്തിന്റെ അടിസ്ഥാന കാര്യങ്ങളിൽ പോലും മനസ്സിലാക്കാത്തവർക്ക് കർത്തവ്യങ്ങൾ കാര്യക്ഷമമായി നിർവഹിക്കാനാകില്ല എന്നതാണ് മുസ്ലിം സംഘടനകൾ ഇതിനായി അഭിപ്രായം പറയുന്നതും. ഡൽഹി സുൽത്താൻമാരുടെ ഭരണകാലത്ത് തന്നെ വഖഫ് ആചാരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഔപചാരിക നിയമം കൊണ്ടുവരുന്നത് ബ്രിട്ടീഷുകാരാണ്. 1913 ചില റെഗുലേഷൻസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പിന്നീട് 1923 മുസൽമാൻ വഖഫ് ആക്ട് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിലവിൽ വന്നു. സ്വതന്ത്ര ഭാരതത്തിലും വഖഫ് നിയമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. 1954 ദ സെൻട്രൽ വഖഫ് ആക്ട് എന്ന നിയമം കൊണ്ടുവരുന്നതോടുകൂടി തന്നെ വഖഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം തന്നെ ഡോക്യുമെന്റ് ചെയ്യപ്പെടുന്നു തുടങ്ങി. 1954 ഈ നിയമപ്രകാരം വഖഫ് സ്വത്തുക്കളുടെ പരിപാലനത്തിനും അതുപോലെ തന്നെ നിയന്ത്രണങ്ങൾക്കുമായി സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും സ്റ്റാറ്റ്യൂട്ടറി ബോർഡുകൾ നിയമിതമായി. അങ്ങനെ നിലവിൽ വന്നതാണ് സംസ്ഥാന വഖഫ് ബോർഡുകൾ എന്ന് പറയുന്നതും. 32 വഖഫ് ബോർഡുകളാണ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വിവിധ സംസ്ഥാനങ്ങളിലുമായി ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ സുന്നി ഷിയ വിഭാഗങ്ങൾക്ക് പ്രത്യേകം ബോർഡുകളും ചില സംസ്ഥാനങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇത്തരം ബോർഡുകളുടെ കീഴിൽ ആകെ 8.7 ലക്ഷം സ്വത്തുക്കൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നതും. അതിൽ ഭൂമി തന്നെ 9.4 ലക്ഷം ഏക്കർ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. 1.2 ലക്ഷം കോടി രൂപയുടെ സ്വത്തുക്കൾ വഖഫ് ബോർഡുകളുടെ നിയന്ത്രണത്തിലാണെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നതും. ഇന്ത്യൻ റെയിൽവേക്കും ഇന്ത്യൻ ആർമിക്കും ശേഷം ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് വഖഫിനാണ് എന്ന വാർത്തകളും നമ്മൾ കേട്ടതാണ്. എന്നാൽ ഇത് വഖഫിനെതിരായ പൊതുബോധം സൃഷ്ടിക്കാനുള്ള കള്ളപ്രചരണ വേലയാണെന്നാണ് ബോർഡ് പറയുന്നത്. വഖഫ് ബോർഡുകൾക്ക് സ്വത്തുക്കളുടെ ഉടമസ്ഥാവകാശമില്ല എന്നും സ്വത്തുക്കളുടെ പരിപാലന ചുമതല മാത്രമാണുള്ളതെന്നും മറുവാദവുമായി വഖഫ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പുതിയ വഖഫ് ഭേദഗതി പ്രകാരം കൃത്യമായ രേഖകൾ വെച്ചുകൊണ്ട് മാത്രമേ വഖഫിന് ഭൂമി ഏറ്റെടുക്കാൻ സാധിക്കുകയുള്ളൂ. വഖഫ് നിയമത്തിന്റെ സെക്ഷൻ 3R ആണ് മറ്റൊന്ന്. 3R പ്രകാരം ഏതൊരു വ്യക്തിക്കും ഏതൊരു സ്വത്തും വഖഫ് സ്വന്തമാക്കി മാറ്റാൻ കഴിയും. എന്നാൽ പുതിയ ഭേദഗതിയിൽ നിയമത്തിൽ മാറ്റം കൊണ്ടുവരികയാണ്. ഇനി മുതൽ ചുരുങ്ങിയത് 5 വർഷമെങ്കിലും ഇസ്ലാം മതം അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആൾക്ക് മാത്രമേ സ്വത്തുക്കൾ വഖഫായി മാറ്റാൻ സാധിക്കുകയുള്ളൂ. ഇത്തരം കാര്യങ്ങൾക്കായുള്ള പരിഹാസം എന്ന നിലയ്ക്കാണ് പുതിയ ഭേദഗതി അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. വഖഫ് ഭേദഗതി ബിൽ കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. വഖഫ് നിയമത്തിന്റെ സെക്ഷൻ 3I അതുപ്രകാരം ഒരു പ്രോപ്പർട്ടി വഖഫാക്കി മാറ്റാൻ ഓറൽ അഥവാ വാക്കാലുള്ള ഉടമ്പടി മതിയാകും. എന്നാൽ ഇത്തരം സ്വത്തുക്കളിൽ പിന്നീടുണ്ടാകുന്ന തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ രേഖകളുടെ അഭാവം വലിയ പ്രശ്നമായി വരും. ഇത്തരം തർക്കങ്ങൾ വഖഫുമായി ബന്ധപ്പെട്ട് നിരവധി നടക്കുന്നുമുണ്ട്. എന്നാൽ പുതിയ ഭേദഗതി പ്രകാരം കൃത്യമായ രേഖകൾ വെച്ചുകൊണ്ട് മാത്രമേ വഖഫിന് ഭൂമി ഏറ്റെടുക്കാൻ സാധിക്കുകയുള്ളൂ. വഖഫ് നിയമത്തിന്റെ സെക്ഷൻ 3R ആണ് മറ്റൊന്ന്. 3R പ്രകാരം ഏതൊരു വ്യക്തിക്കും ഏതൊരു സ്വത്തും വഖഫ് സ്വന്തമാക്കി മാറ്റാം. എന്നാൽ പുതിയ ഭേദഗതിയിൽ നിയമത്തിൽ മാറ്റം കൊണ്ടുവരികയാണ്. ഇനി മുതൽ ചുരുങ്ങിയത് 5 വർഷമെങ്കിലും ഇസ്ലാം മതം അനുസരിച്ച് ജീവിക്കുന്ന ആൾക്ക് മാത്രമേ സ്വത്തുക്കൾ വഖഫാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ കൃത്യമായ രേഖകൾ ഉള്ള അയാളുടെ ഉടമസ്ഥാവകാശം തെളിയിക്കാൻ കഴിയുന്ന സ്വത്തുക്കൾ മാത്രമേ ഇനി മുതൽ വഖഫാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ. നിലവിലെ നിയമത്തിൽ സെക്ഷൻ 3R അത് തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ് വഖഫ് ബൈ യൂസ് മതപരവും ഭക്തിപരവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുമായി കാലാകാലങ്ങളായി ഉപയോഗിച്ചു വരുന്ന സ്വത്തുക്കൾ വഖഫാക്കി മാറ്റാം എന്നതാണ്. എന്നാൽ പുതിയ ഭേദഗതിയിൽ ഈ ക്ലോസ് എടുത്തുകളയുകയാണ്. ഇത്തരം പല കർശന നിയന്ത്രണങ്ങളുമാണ് പുതിയ ഭേദഗതി മുന്നോട്ട് വയ്ക്കുന്നതും. എന്നാൽ BJP സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി ബിൽ വഖഫ് സ്വത്ത് സംരക്ഷിക്കാനുള്ള മുസ്ലിങ്ങളുടെ ഭരണഘടനാ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു എന്നതാണ് ബില്ലിനെതിരെ എതിർക്കുന്നവർ പറയുന്ന പ്രധാനമായ ഒരു പ്രശ്നം. ഏത് മതവിഭാഗത്തിൻ്റെയും മത എൻഡോമെന്റ് നിയമങ്ങൾ ഭേദിച്ചുകൊണ്ടുള്ള അതാത് സമുദായങ്ങൾ ആവശ്യപ്പെടുമ്പോഴും സമുദായങ്ങളെ പൂർണ്ണ വിശ്വാസത്തിലെടുത്തുമാണ് ചർച്ചുകളുടെയും ക്ഷേത്രങ്ങളുടെയും ഗുരുദ്വാരകളുടെയും പരിപാലന ഉത്തരവാദിത്വത്തിൽ ഇല്ലാത്ത നിബന്ധനകളാണ് വഖഫ് ഭേദഗതിയിൽ നിർദ്ദേശിക്കുന്നത്. അത് എല്ലാ മതവിഭാഗങ്ങളെയും ഒരേപോലെ തന്നെ പരിഗണിക്കണമെന്ന ഭരണഘടനാ തത്വം ലംഘിക്കുന്നു എന്നതാണ് വഖഫ് ഭേദഗതിക്കെതിരെ പ്രതിഷേധം ഉയർത്തുന്നവർ പറയുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.